ആൽമരം ത്രിമൂർത്തിയെ പ്രതീകപ്പെടുത്തുന്നു. കുവള ഇല വഴിപാടിൽ പ്രസാദിച്ച പരമശിവനുമായുള്ള സഖ്യം കാരണം കുവളമരവും പവിത്രമായി കണക്കാക്കപ്പെടുന്നു. അരയാൽ വൃക്ഷം അല്ലെങ്കിൽ അശ്വത, ബോധിവൃക്ഷം അതുമല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വൃക്ഷം എന്നെ പ്രതീകപ്പെടുത്തുന്നു. മുളവൃക്ഷം ശ്രീകൃഷ്ണനുമായുള്ള ബന്ധത്തിനാൽ ഒരു പുണ്യവൃക്ഷമാണ്. വാഴ ഒരു വൃക്ഷമല്ലെങ്കിൽ പോലും അതിൻ്റെ പഴങ്ങൾ എനിക്കും ലക്ഷ്മി ദേവിക്കും സമർപ്പിച്ച് പൂജകൾ ചെയ്യുന്നത് നിമിത്തം വാഴയെ പുണ്യവൃക്ഷമായി ബഹുമാനിക്കപ്പെടുന്നു. വാഴയും പൂക്കളും നിമിത്തം പൂജിക്കുന്നത് ഭക്തരുടെ കുടുംബങ്ങൾക്ക് ക്ഷേമം നൽകുന്നു. വാഴയുടെ ഇലകൾ മതപരമായ ചടങ്ങുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. കഞ്ചാവിൻ്റെ ചെടി സമ്പത്തും അഭിവൃദ്ധിയും കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഇലയും പൂവും പ്രസാദമായി മഹാശിവരാത്രിക്ക് നൽകപ്പെടുന്നു. തുളസിച്ചെടി എപ്പോഴും വിശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഹൈന്ദവർ ബഹുമാനിക്കുന്ന വിഷ്ണുവിനും വൃന്ദാദേവിക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി. തെങ്ങ് കൽപ്പവൃക്ഷമാണ്. അത് ശിവനെ പ്രതിനിധീകരിക്കുന്നു. തേങ്ങയുടെ മണ്ടയിലെ 3 കറുത്ത പാടുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ചിത്രീകരിക്കുന്നു.